തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയഭാഗത്തിൻ്റെ കാഴ്ചയാണിത്. നാടും റോഡും നായ്ക്കൾ ഭരിക്കുകയാണ്. നായയെ പേടിച്ച് വീട്ടുകാർക്കോ നാട്ടുകാർക്കോ പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത സാഹചര്യമാണ്. ഇവിടെ ഭയങ്കര പട്ടിശല്യം. ഒരു 8-10 പട്ടിയുണ്ട് ഇവിടെ റോഡ് നിറച്ച്. കുട്ടികൾക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല, നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. ഇവിടെ ഈ റോഡൊന്നും അങ്ങോട്ടും ഇട്ടും പോവില്ല. ഒരുമാതിരി വഴുത്തൊലിച്ച് കുരയ്ക്കും. ഉപദ്രവിക്കാൻ വരാൻ നമ്മൾ പേടിച്ച് അങ്ങോട്ട് പോവില്ല. നായ്ക്കളെ ഭയന്ന് വീട്ടുകാർ കുട്ടികളെ പോലും റോഡിലിറക്കുന്നില്ല. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ തെരുവുനായ കടിയേറ്റവരുടെ കണക്കിൽ തിരുവനന്തപുരമാണ് മുന്നിൽ. ഇവിടെ വീടിന്റെ വാതിൽ പോലും തുറന്നിടുവാൻ ആളുകൾ ഭയപ്പെടുകയാണ്. പുറത്തിറങ്ങാൻ ബുദ്ധിമുട്ടുണ്ട്. ആ സൈഡിലോട്ട് പോരാ. ഇവിടെ വരും, നടയ്ക്ക് നേരെ വരുമ്പോൾ നമ്മൾ എറിഞ്ഞ് മാറ്റുന്നത് കൊണ്ട് ഇവിടെ നിൽക്കും. കുട്ടികൾക്ക് ഭയങ്കര പേടി. കുട്ടികളെ പുറത്ത് കളിക്കാൻ ഇറക്കില്ല. പിന്നെ ഈ റോഡ് നിറച്ചുണ്ട്. ഈ റോഡ് ചുറ്റുമുണ്ട്. ഓരോ അതിനങ്ങനെ പറയാൻ പറ്റില്ല. ഒരു മഴ വീടിന് മാത്രമല്ല, ഇതിങ്ങനെ കിടന്നിട്ട് നേരെ മതിലിൽ കൂടെ ചാടി ഇറങ്ങി സിറ്റ് ഔട്ടിൽ കിടക്കും. അകത്താണ്. രാത്രി ഞങ്ങൾക്ക് 7 വരെ കയറുമെന്ന് പറയാൻ പറ്റില്ല. മതിലിൽ കൂടെ ചാടി അകത്തിറങ്ങി സിറ്റ് ഔട്ട് നിറച്ച് കിടക്കും. കാർ ഷെഡിൽ മുറ്റത്ത് വാതിൽ തുറക്കുമ്പോൾ സൗണ്ട് കേൾക്കുമ്പോൾ ഇറങ്ങി ഓടും. അപ്പോൾ ചിലപ്പോൾ സ്മെല്ലുണ്ടാവും. ഈ സൗണ്ട് കേട്ട് നമ്മൾ ഡോറ് തുറക്കുമ്പോൾ സ്മെല്ലുണ്ടാവും. അപ്പോൾ ഇറങ്ങി എല്ലാം ഓടും. എന്നിട്ട് ഇത് ഇറങ്ങി മതിലിൻ്റെ മേളിൽ കയറിയിട്ട് അങ്ങ് അറ്റം പോയി ചാടും. പിന്നെ നനകല്ലിൻ്റെ പുറത്ത് കയറി അപ്പുറത്ത് ചാടി അങ്ങ് വരിയായിട്ട് പോകും. 8-10 കാണും ചിലപ്പോൾ. സംസ്ഥാന സർക്കാർ ഹൈക്കോടതിക്ക് നൽകിയ റിപ്പോർട്ട് പ്രകാരം 2024 ഓഗസ്റ്റ് മുതൽ 2025 ജൂലൈ വരെ സംസ്ഥാനത്ത് ആകെ 3.63 ലക്ഷം പേരാണ് നായയുടെ കടിയേറ്റ് ചികിത്സയിലായത്. ഇതിൽ 99,323 കേസുകളാണ് തെരുവ് നായ്ക്കളുടെ കടിയേറ്റത്. 11 പേരാണ് തെരുവ് നായയുടെ കടിയേറ്റ് കഴിഞ്ഞ 6 മാസ കാലയളവിനുള്ളിൽ മാത്രം മരിച്ചിരിക്കുന്നത്. CAWA എന്ന NGO നടത്തുന്ന ഗ്രൗണ്ട് ലെവൽ സർവേ പ്രകാരം തിരുവനന്തപുരം നഗരത്തിലെ തെരുവ് നായ്ക്കളുടെ എണ്ണം ഏകദേശം 8,000 കണക്കാക്കുന്നു. സർവേ റിപ്പോർട്ടിൽ ഇത് 8,679 എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. സംസ്ഥാന സർക്കാർ പറയുന്നതനുസരിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ ഏകദേശം ഒരു മാസം 100 നായ്ക്കളെയാണ് വന്ധീകരിക്കുന്നത്. അതായത് പ്രതിവർഷം വരുമ്പോൾ ശരാശരി 1200 വന്ധീകരണം നടക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന തെരുവ് നായ്ക്കളുടെ എണ്ണം മൂലം അത് 4000-ൽ നിന്നും 5000-ലേക്ക് വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. നമ്മൾ കംപ്ലൈൻറ്റ് ഞങ്ങൾക്കിവിടെ അസോസിയേഷൻ ഉണ്ട്. വാര അസോസിയേഷനിൽ കംപ്ലൈൻ്റ് ഇടും. പിന്നെ ഇടയ്ക്ക് കോർപ്പറേഷനിൽ പാർട്ടിക്കാർ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പറയും. അപ്പം അവർ പറഞ്ഞു പട്ടി ഞങ്ങൾ ഇന്ത്യകരിച്ച് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. നമുക്കറിയില്ല, പക്ഷേ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇന്നാളെ ഒരാളിനോട് പറഞ്ഞു കുറച്ച് മാലപ്പടക്ക് കൊണ്ടുതരാം, അത് വരുമ്പോൾ എറിഞ്ഞാൽ മതി, പിന്നെ വരില്ല എന്ന് പറഞ്ഞു. അതും കണ്ടില്ല. പക്ഷേ ഇവിടെ നിറച്ച് കിടക്കുന്നുണ്ട്. അതിൽ ഇത്ര എണ്ണത്തിന് പേ ഉണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. റിപ്പോർട്ടുകൾ പറയുന്നതൊന്നുമല്ല സത്യം. സത്യം എന്തെന്നാൽ തിരുവനന്തപുരം നഗരത്തിൽ തെരുവ് നായ്ക്കൾ വിരാജിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ നായാട്ട് നടത്തുകയാണ്. തെരഞ്ഞെടുപ്പിന് ഇനി ഏതാനും ദിനങ്ങൾ മാത്രം ശേഷിക്കെ സർക്കാരും തിരുവനന്തപുരം നഗരസഭയും ഉച്ചമയക്കത്തിലാണ്. ക്യാമറമാൻ ചന്ദ്രൻ ആര്യനാടിനൊപ്പം ദൃശ്യ ജതീന്ദ്രൻ, M5 ന്യൂസ്, തിരുവനന്തപുരം.